നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. 2 തവണത്തെ തോൽവിക്ക് ശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 74,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാകുകയും ചെയ്തു. തോൽവികളിലും വിജയത്തിലുമെല്ലാം അദ്ദേഹത്തിനൊപ്പം കുടുംബം ഉണ്ടായിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും കേന്ദ്രമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും എല്ലാവരും ശ്രദ്ധിച്ചത് സുരേഷ് ഗോപിയുടെ പ്രത്യേക രീതിയിലുള്ള വെളുത്ത താടിയായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയത്ത് എന്തിനാ ഇങ്ങനെ ഒരു താടി വെച്ചതെന്ന് ആരാധകരുൾപ്പെടെ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നിലെ രഹസ്യം എന്താണെന്ന് സുരേഷ് ഗോപി വെളിപ്പെടുത്തുകയും ചെയ്തില്ല. ഒടുവിൽ കഴിഞ്ഞ ദിവസം കഥാകൃത്ത് ടി പത്മനാഭന്റെ ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം ആ രഹസ്യം വെളിപ്പെടുത്തി. ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ പത്മനാഭ സ്വാമിയുടെ വേഷത്തിന് വേണ്ടിയാണ് താടി വളർത്തുന്നത് എന്നായിരുന്നു സുരേഷ് ഗോപി അദ്ദേഹത്തോട് പറഞ്ഞത്. വൈപ്പ് താടി ശരിയാവാത്തതുകൊണ്ടാണ് താടി വളർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രിയായ ശേഷം കണ്ണൂർ സന്ദർശനത്തിന് എത്തിയപ്പോഴാണ് സുരേഷ് ഗോപി ടി പത്മനാഭനെ കാണാൻ ഉച്ചയോടെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. മഹാകവി വള്ളത്തോൾ നാരായണമേനോന്റെ കവിത ചൊല്ലിക്കൊണ്ടാണ് ടി പത്മനാഭൻ സുരേഷ് ഗോപിയെ സ്വീകരിച്ചത്. രാഷ്ട്രീയവും കേന്ദ്രമന്ത്രി പദവിയുമെല്ലാം ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തു. ഇന്നലെ മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായിരുന്ന EK നയനാരുടെ വീട്ടിലും സുരേഷ് ഗോപി എത്തിയിരുന്നു. സുരേഷെ വാ എന്ന് പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് സ്വീകരിച്ച നയനാരുടെ ഭാര്യ ശാരദ ടീച്ചറുടെ കാൽ തൊട്ട് വന്നിച്ച് അദ്ദേഹം അനുഗ്രഹം തേടുകയും ചെയ്തു. നയനാരെ കുറിച്ചുള്ള ടീച്ചറുടെ ഓർമ്മക്കുറിപ്പുകൾ പ്രിയ സഖാവ് സുരേഷ് ഗോപിക്ക് നൽകി. പുസ്തകം വായിച്ച് അഭിപ്രായം അറിയിക്കണമെന്നും ടീച്ചർ ആവശ്യപ്പെട്ടു. ഉച്ചഭക്ഷണം കഴിച്ചാണ് സുരേഷ് മടങ്ങിയത്. നയനാരോട് ഏറെ അടുപ്പമായിരുന്നു. വീട്ടിൽ വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ എത്തുമ്പോൾ വിളിച്ചു പറയും അമ്മ ഭക്ഷണം വേണമെന്ന്. അപ്പോൾ പഴയ സുരേഷ് അല്ലല്ലോ, ഒരുപാട് തിരക്കുണ്ട്. എന്നിട്ടും വന്നതിൽ വളരെ സന്തോഷം. രാഷ്ട്രീയം വേറെയാണെന്നേ ഉള്ളൂ, ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്നും ശാരദ ടീച്ചർ പറഞ്ഞു. കോഴിക്കോട്ടെ തളിക്ഷേത്രം, കണ്ണൂർ പഴയങ്ങാടിയിലെ മടായിക്കാവ്, പറശ്ശിനിക്കടവ് എന്നിവിടങ്ങളിൽ ദർശനത്തിന് ശേഷമാണ് ശാരദ ടീച്ചറെ കാണാനെത്തിയത്. പിന്നീട് പയ്യമ്പലത്തെ മാരാർജി സ്മൃതി മണ്ഡപം സന്ദർശിച്ചിരുന്നു. വൈകിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തിയിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.